ഞാൻ തൊലഹത്ത് റോ കസ്റ്റമർ കവന്നൂർ. ഇന്ന് കാണിക്കുന്ന ഒരു B6 പ്രശ്നമാണ്. B6 സ്റ്റാർട്ട് ആവാതെ വന്നതാണ്. രണ്ട് വണ്ടി സെയിം കംപ്ലൈൻസ് ആണ് കേട്ടോ. അപ്പം ഇത് നോക്കുക, MIL തെളിയുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതിൽ ഫ്യൂൽ പമ്പിന് യാതൊരു ശബ്ദവും ഇല്ല. ദിനേശ് നമുക്കിതൊന്ന് ഡയഗ്നോസ് ചെയ്തൊക്കെ എന്താന്ന് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, സോറി, ഒന്ന് റീബൂട്ട് ചെയ്യണേ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നം തന്നെ ECM കംപ്ലൈന്റ് ആവാന്നുള്ളതാണ് കേട്ടോ. നമുക്ക് നോക്കാം. $4820 ഈ ഒരു ECM വരുന്നത്. ടോട്ടൽ ബോഡിക്ക് 4000 രൂപയും. നമ്മൾ സ്റ്റാർട്ട് ആവാത്ത സമയത്ത് MIL തെളിയുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ കിക്ക് ചെയ്തിട്ടോ ഗീലിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ECM വർക്കിംഗ് ആയിരിക്കില്ല MIL തെളിഞ്ഞില്ലെങ്കിൽ. റീഡ് ആവുന്നില്ല ECM. ക്യാൻവസ് പ്രോട്ടോകോൾ ആണ്, പക്ഷെ പ്രോട്ടോകോൾ ഫെയിൽഡ് കാണിക്കുന്നത്. ഈ പ്രോട്ടോകോൾ ആണ് ഇത് റീഡ് ആവേണ്ടത്. ഫെയിൽഡ്. ആക്സസ് ഫെയിൽഡ് ആട്ടോ. അപ്പൊ ആക്സസ് ഫെയിൽഡ് പറയുന്നത് ECM ഫെയിൽഡ് ആണ്. ആക്സസ് ഫെയിൽഡ് ECM ഫെയിൽഡ് കൊണ്ട് മാത്രമല്ല കാണിക്കുക, പിന്നെ OBD കണക്ടറിന്റെ എന്തെങ്കിലും കണക്ഷൻ വരാതെ ആക്സസ് ഫെയിൽഡ് കാണിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ നിലവിലെ കണ്ടീഷനിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വണ്ടിക്കില്ല. നമുക്ക് ECM ഒന്ന് മാറ്റി വെച്ച് നോക്കാം കേട്ടോ.
ആദ്യം ശ്രദ്ധിക്കേണ്ട ECM മാറ്റിക്കുന്ന സമയത്ത് ബാറ്ററി ടെർമിനൽ നിർബന്ധമായിട്ട് നെഗറ്റീവ് ടെർമിനൽ ഒഴിവാക്കിയിരിക്കണം. ഇതാണ് പുതിയ ECM വരുന്നത്, 4820 കേട്ടോ. ECM വിത്ത് പ്രോഗ്രാം UC350. ഇതാണ് ഓവർ സ്പാർക്കിംഗ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക ബാറ്ററി റീകണക്ട് ചെയ്യുന്ന സമയത്ത്. നോക്കാൻ ഇഗ്നിഷൻ ഓൺ ചെയ്യാണ്. ML തെളിഞ്ഞു, ECM മാറ്റി ML തെളിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓഫായി. ഇനി അതേ വണ്ടി തന്നെ നമുക്ക് ഒന്ന് റീസ്കാൻ ചെയ്യാണ്. നോക്കുക, നേരത്തെ ആക്സസ് ഫെയിൽഡ് ആണ് കാണിച്ചത്. സ്റ്റാർട്ട് അഗൈൻ കാണിക്കുന്നത്. മെമ്മറി ഫുള്ളായിട്ടാണ് കളിട്ട. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇഗ്നിഷൻ ഓഫാക്കി കപ്പറൊക്കെ ശരിക്ക് റീപ്ലേസ് ചെയ്യണം. BS6ന്റെ ഏറ്റവും വലിയൊരു വിഷയം ഇത് തന്നെയാണ്. എല്ലാവരും പേടിക്കുന്ന ഒരു സംഗതി ഈ ഒരു ECM കംപ്ലൈന്റ് ആവുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ECM ഫേസ് 1 ECMന് വലിയ 4800 സംതിങ് വരുന്നുള്ളൂ. പക്ഷെ ഫേസ് 2ന് വരുന്നത് നമുക്ക് 10300 സംതിങ് വരുന്നതാണ്. ത്രോട്ടിൽ ബോഡി ECM ഒന്നിച്ചാണ് വരുന്നത് കേട്ടോ. Ignition on. Pillow switch on. ഇത് നോക്കുക, മാച്ച് ഉണ്ടല്ലേ, ഫസ്റ്റ് തന്നെ മാച്ചായി.
അപ്പം വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അതായത് ECM മാറ്റി ഓൺലൈൻ റീപ്ലേസ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ് ഐഡന്റിഫിക്കേഷൻ നമ്പർ കാണിക്കില്ല എന്നുള്ളത് കേട്ടോ. കോഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നോ ഫോൾ കോഡാണ്. ഫോൾ കോഡൊന്നുമില്ല. അപ്പോൾ ECM മാറ്റി വെച്ചിവിടെ പ്രശ്നം തീർന്നുണ്ട്. ഓക്കെ, അപ്പം വണ്ടി നമ്മൾ ചാവി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മൾ BS6 വണ്ടികൾ ഓഫാണ് സമയത്ത് നമ്മൾ ഫ്യൂവലിന്, അതായത് ടാങ്കിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല, ഓൺ ചെയ്യുന്ന സമയത്ത് യാതൊരു റെസ്പോൺസും ഇല്ല, അതായത് ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്ന യാതൊരു സൗണ്ടും വരുന്നില്ല, അതിന്റെ കൂടെ തന്നെ ML തെളിയുന്നില്ലെങ്കിൽ യാതൊരു സംശയമാണ്, പിന്നെ ഒന്നും കൂടി ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ECM റീപ്ലേസ് ചെയ്യാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ചിലപ്പം പിന്നെ ലൂസ് കോൺടാക്ട് വല്ലതും ആണെങ്കിൽ നമുക്ക് അയച്ച് റെഡി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, അത് നമ്മുടെ ലെക്കാണ്. പക്ഷേ ECM റീപ്ലേസിംഗ് ആണ് ഭൂരിപക്ഷം വണ്ടിയിലും കണ്ടുവരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ വേറെ വണ്ടിയുണ്ട്, ആ സെയിം കംപ്ലയിൻസ് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ECM റീപ്ലേസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ഗിയറിലിട്ടോ മറ്റിട്ടോ എന്ത് കിക്ക് ചെയ്തിട്ട് എന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഈ 2 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.